ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മസാല ബോണ്ടിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അതിന്റെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണക്ക് പകരം വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള 2 ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചിന്റെ പേസ്റ്റ്, അതുപോലെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളിന്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന്റെ എണ്ണം വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഒരാളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം. കാരണം ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പൊടികളും കാര്യങ്ങളൊന്നും അങ്ങനെ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ചേർക്കുന്നുണ്ടെങ്കിൽ കൂടിപ്പോണ്ട, 1/4 ടീസ്പൂൺ അങ്ങനെ മതി. അപ്പോൾ ഇതിനാണ് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത ശേഷം ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി കൊടുക്കാം. നമുക്ക് വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ബോൾസ് ആക്കി എടുക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുത് എടുക്കാം. ഞാനൊരു മീഡിയം സൈസിൽ അങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഞാനത് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഈ രീതിയിൽ ബോൾസ് ആക്കി കൊടുക്കാം. അപ്പം ഇതിനാണ് ഒന്ന് ചെയ്തെടുത്തിന്. ബാക്കിയെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കട്ടെ. ഞാനിതാ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി ചെയ്തെടുത്തിന്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നോക്കി നോക്കി കുറച്ച് ഒഴിച്ചാൽ മതി. നല്ല ലൂസ് ആക്കിയിട്ട് ബാറ്റർ ചെയ്തെടുക്കണ്ട, കുറച്ചൊന്ന് കട്ടിയിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇത്ര തിക്നെസ്സിലാട്ടാണ് ഞാൻ ചെയ്തിട്ടെടുത്തത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബോണ്ട ഈ ഒരു ബാറ്ററിൽ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. നല്ലോണം തന്നെ ബാറ്ററിൽ കോട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം.
അപ്പോൾ ഇതാ ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.